ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് അൽസാജി പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇതിപ്പോൾ എടുത്തതൊന്നുമല്ല, നോയമ്പിനൊക്കെ മുമ്പ് എടുത്തതാണ്. പക്ഷേ എനിക്ക് അന്ന് ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. അന്ന് ഭയങ്കര മഴയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ എടുത്തൊന്നുമില്ല വീഡിയോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കയ്യിൽ വെച്ചേക്കുമായിരുന്നു ഇടാതെ. അപ്പോൾ ഇന്ന് എനിക്കിടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് തീരാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. വേറൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അൽസാജിൽ പോകുന്നു. ഹസ്ബൻഡും ഞാനും മക്കൾ രണ്ടുപേരുണ്ട്. ബാക്കിൽ കാണാൻ വയ്യ, അവരങ്ങ് ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടി ഇങ്ങനെ ട്രിവാൻഡ്രത്ത് പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ഹസ്ബൻഡ് വന്ന ടൈമിലെടുത്തായിരുന്നു. അങ്ങനെ അൽസാജിലൊക്കെ കയറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഇവിടെ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ എത്താനായിട്ട് 1.25 മണിക്കൂറൊക്കെ മതി. നല്ല ട്രാഫിക്കൊക്കെ ആണെങ്കിൽ എന്തായാലും 1 മണിക്കൂറൊക്കെ എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂറിനുള്ളിലൊക്കെ എത്തും. അതാണ് നമ്മളിവിടെ അൽസാജിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് പള്ളിയിലൊക്കെ പോയത്. പക്ഷേ ആ ടൈമൊക്കെ ഭയങ്കര മഴയും ഇടിയൊക്കെ ആയിരുന്നു. ഞാൻ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് അൽസാജിൽ വരാൻ തുടങ്ങിയത്. അവിടെ നിന്ന് എപ്പം ട്രിവാൻഡ്രത്തൊക്കെ വന്നാലും ലാസ്റ്റ് വന്ന് ഫുഡ് അടിച്ചിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് യൂട്ടേൺ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറുവാണ് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ കയറുമ്പോഴേ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടലാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഫുഡിനും പ്രത്യേക ടേസ്റ്റ്. ഞാനാണെങ്കിൽ ഈ ഫിഷ് കറി, മീൻ കറി ഒന്നും പ്രത്യേകം ഇവിടെ നിന്ന് കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇവിടെ നിന്നാണ് പുറത്തുനിന്നുള്ള ഹോട്ടലിൽ നിന്ന് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ സ്റ്റേയും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ആ സ്ഥലങ്ങളൊക്കെ. പാർക്കിംഗ് സ്പേസ് ആണെങ്കിൽ നല്ല എക്സലൻ്റ് ആണ്, ഒരുപാട് സ്ഥലമുണ്ട്. അതേപോലെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ഓരോ ഹട്ട് പോലെയാണ്. ഓരോ ഫാമിലിക്കും പ്രത്യേകമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൈവസി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അവിടെ ആണെങ്കിൽ ഉള്ളിലോട്ട് ഹോട്ടലിലോട്ട് കയറാം, അവിടെ ഇരിക്കാം. പിന്നെ ഇവിടുത്തെ ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല ക്ലീനാണ്, നീറ്റാണ്. അതാണ്ട് ഇന്നത്തെ മീൽസ് ഇങ്ങനെ ഒരു ബോർഡിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും. എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കും അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഗ്ലാസിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഫുഡ് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസും വെറൈറ്റി ബിരിയാണി, സൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ റേറ്റ്. പിന്നെ അൽസാജിന് എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അൽസാജ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ചട്ടിയിൽ വരട്ടിയ ആടും കോഴി വരട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഞങ്ങൾ ഓർഡർ ചെയ്തത് മിക്സഡ് നൂഡിൽസും ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ഭാഗത്തോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടുത്തെ ഫുഡൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. കഴക്കൂട്ടത്താണ് അൽസാജ് വന്നിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. മോള് ലെമൺ ജ്യൂസ് കുടിച്ച് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ. പയ്യൊക്കെയല്ലേ കുടിക്കും. അപ്പോൾ ഫുഡ് റെഡിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ താണ്ടെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് അൽസാജ് കഴക്കൂട്ടത്താണ്, അത് പറയാനായിട്ട് മറന്നുപോയി. ട്രിവാൻഡ്രം പോകുന്ന വഴി കഴക്കൂട്ടത്ത്. പിന്നെ ഇവിടെ ഫുള്ളിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രമൊക്കെ പണ്ട് കണ്ടതുപോലെയല്ല, ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ലുലു മോളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കില്ല. എങ്കിലും ഞാൻ ഇനി ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.